Welcome to Garam Masala, the magic spices of cooking. മീൻ ചോറ്. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ മീൻ ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 ഫിഷ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് മീൻ ചോറ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് വലിയൊരു വെസൽ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഫിഷ് പീസസിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് കൂടെ 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഫിഷ് പീസസ് ഹാഫ് കുക്കായിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ബേ ലീഫ്, 3 ഏലക്ക, 1/2 ഇഞ്ച് നീളമുള്ള പട്ട, 4 ഗ്രാമ്പൂ ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ബാക്കിയുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണിത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണിത്. ഈ തക്കാളി കൂടെ വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മസാലയുമായി നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റൈസാണിത്. ഇതിനെ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഈ റൈസ് വിട്ട് വരണം. അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുത്തതായി 1/4 കപ്പോളം മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ റൈസ് ഹാഫ് കുക്കായിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണ മാത്രമേ ഇതിലോട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അടുത്തതായി നമ്മൾ നേരത്തെ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിനെ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്തതിന് ശേഷം റൈസ് ഒരുപാട് ഇളക്കരുത്. ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. റൈസിലെ വെള്ളമെല്ലാം വറ്റി വരണം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് പാൻ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഫിഷ് പീസസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഫിഷ് പീസസിനെ മാറ്റണം. അതിനുശേഷം നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് മലബാർ സ്പെഷ്യൽ മീൻ ചോറ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.